ഞാനൊരു കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. ഈ ചെകുത്താൻ പാർട്ടി മുടിഞ്ഞു പൊണ്ടാരമടങ്ങണം എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിലൊരു സംശയമില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ ഞാൻ എൻ്റെതായ വിലയിരുത്തി ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ അഭിപ്രായമാണ്. അതാണ് അതിന്റെ ഇനിയിപ്പം അതിനെ ഏതർത്ഥത്തിൽ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെയൊക്കെ സൗകര്യം. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഇവിടെ ബി.ജെ.പിയുടെ കാര്യം, ബി.ജെ.പിയുടെ നിരാശയെ പറ്റിയൊക്കെ ഇദ്ദേഹം ബഹുമാനപ്പെട്ട ദാമോദർ പ്രസാദ് പറഞ്ഞു. സത്യത്തിൽ ഇവിടെ ഇപ്പൊ ഈ ശരിയാണ്, ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ടിന്റെ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് കുറഞ്ഞു. ഒരു കാര്യമുണ്ട്, ബി.ജെ.പിയുടെ ഫോക്കസ് എവിടെയായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ? ബി.ജെ.പിയുടെ മുഴുവൻ മെഷീനറിയുടെയും ഒരു പ്രധാന ഫോക്കസ് തിരുവനന്തപുരം കോർപ്പറേഷനായിരുന്നു. പിന്നെ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇന്നും ബി.ജെ.പിയുടെ ഫോക്കസ് പോയിട്ടേ ഇല്ല. ആ ഫോക്കസ് ഏരിയയിൽ എവിടെയാണോ ബി.ജെ.പി ഫോക്കസ് ചെയ്തത്, ആ ഫോക്കസ് ഏരിയയിൽ ബി.ജെ.പി വിജയിച്ചിട്ടുണ്ട്, നല്ല പോലെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫോക്കസ് ഏരിയയിൽ. കാര്യം ബി.ജെ.പിയുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് വെച്ചിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ആ ഒരു ഫോക്കസ് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ചില പോക്കറ്റുകളിൽ കൃത്യമായ ഫോക്കസോടുകൂടി വർക്ക് ചെയ്തപ്പോൾ അതിന്റെ റിസൾട്ട് ഇവിടെ കണ്ടു. അത് ബി.ജെ.പിയുടെ തന്ത്രമായിരുന്നു. അപ്പൊ എന്ത് പറ്റും, ഫോക്കസ് ഇല്ലാത്ത ഏരിയയിൽ ആ വോട്ടുകൾ കുറഞ്ഞു. അവിടെ സ്വാഭാവികമായിട്ട് അത് ടോട്ടൽ വോട്ടിംഗ് പെർസെന്റേജിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തു. അതാണ് കണ്ടത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഉള്ള ബി.ജെ.പിക്കുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഇനി ഒരു 3 മാസം മുമ്പിൽ കിടക്കുകയാണ്. ഈ 3 മാസം കഴിയുമ്പോൾ വളരെ ഡിസിസീവ് ആയിട്ടുള്ള ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ പൂർണ്ണ അധികാരം ബി.ജെ.പിയുടെ കയ്യിലിരിക്കുകയാണ്. അവർക്ക്, അതായത് അതിലേക്ക് കേരളം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു കാര്യവുമാണ് തിരുവനന്തപുരം. അവിടെ ബി.ജെ.പിക്ക് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ, ബി.ജെ.പിയെ ജയിപ്പിച്ചാൽ എന്താണ് ഗുണം എന്നുള്ള വളരെ വ്യക്തമായ ഒരു സന്ദേശം ബി.ജെ.പിക്ക് ജനങ്ങൾ എടുത്തു കൊടുക്കാൻ കഴിയും. ഇനിയിപ്പം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി ഇപ്പൊ പറയുന്നുണ്ട് ഭരണം എന്നൊക്കെ, അതെല്ലാ പാർട്ടിയും പറയും. പക്ഷേ ബി.ജെ.പി ഫോക്കസ് ചെയ്യുന്നത് ചില മണ്ഡലങ്ങളാണ്. വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത മണ്ഡലങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ബി.ജെ.പി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. ഫോക്കസ് ചെയ്ത് ചില ഏരിയയിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ അത് വർക്കൗട്ട് ആകും എന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ ആ തന്ത്രം ബി.ജെ.പി അടുത്ത തെരഞ്ഞെടുപ്പിൽ തുടരും.